പലപ്പോഴും നിങ്ങൾ അയച്ചു തരുന്ന പല കാര്യങ്ങൾക്കെതിരെയും പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത് പഴയതുപോലെ അത്ര നല്ലൊരു മനോഭാവം ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു സ്വാർത്ഥത എന്നിൽ കടന്നുകൂടിയിട്ടുണ്ട്. എനിക്ക് വളരെ സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ടാണ് ഇഷ്ടം. എന്നാലും നിങ്ങളിൽ പല ആളുകളും കഴിഞ്ഞ 2 ദിവസമായിട്ട് കൂടുതലായി അയച്ചു തരുന്ന ഒരു വീഡിയോയെ കുറിച്ചിട്ട് ഞാനൊന്ന് പറയുകയാണ്. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: പാട്ട് പാടുന്നതിനിടയിൽ രേണു സുധിക്ക് ചെരുപ്പേറും ചീമുട്ടയേറും. ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് ഓൺലൈൻ സെർച്ച് നടത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായി. വെറുതെ ഇങ്ങനെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇതേപോലെ ഇതിന് സമാനമായിട്ടുള്ള ടൈറ്റിലിൽ ഈ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ഒത്തിരിയധികം വീഡിയോസ് ആ ഒരു വീഡിയോയുടെ സജഷനായിട്ട് വരികയും ചെയ്തു. വെറുതെ അതിലൊരു വീഡിയോ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചുണ്ടിനും വായ്ക്കുമൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു അപകടം ഫേസ് ചെയ്ത ഒരു മുഖഭാവത്തോടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. മുഖത്തൊക്കെ കാര്യമായിട്ടുള്ള പരിക്കുണ്ട്, അതൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. ആ ഒരു മുഖവൈകല്യങ്ങളൊന്നും വകവെക്കാതെ അതിനൊക്കെ അതിജീവിച്ചിട്ട് കഷ്ടപ്പെട്ട് സംസാരിക്കുകയാണ്. ഒന്ന് നോക്കിയാൽ അറിയാതെ കൈയടിച്ചു പോയി. കയ്യിലിരിപ്പുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നാണെങ്കിലും ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് വരുന്നതും ജീവിക്കാനായിട്ടുള്ള പോരാട്ടം നടത്തുന്നതും ഒക്കെ പ്രശംസനീയമാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ വീഡിയോ കുറച്ചങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കമന്റ് ബോക്സിൽ ചളുക്ക് മൂഞ്ചി എന്നുള്ള വിളികളൊക്കെ സ്ഥിരമായി കേട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീയെ അവരുടെ രൂപവും ശബ്ദവും കലാഭിരുചിയും ഒക്കെ എടുത്തു വെച്ചിട്ട് അധിക്ഷേപിക്കുകയാണ്. അതോടെ ആ ഒരു വീഡിയോ കാഴ്ച ഞാൻ അവിടെ നിർത്തി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ സൗന്ദര്യം അല്ലെങ്കിൽ മുഖ സൗന്ദര്യം, ആകാര ഭംഗി, ഇതൊക്കെ ഒരു അപകടം കൊണ്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കൊണ്ട് പെട്ടെന്ന് നശിക്കാൻ സാധ്യത ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അതൊന്നും പറഞ്ഞ ആളുകളെ അപമാനിക്കരുത്. അങ്ങനെ ഒരു അനുഭവം വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ആളുകൾ ഇങ്ങനെ വാൺ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു അനുഭവം വന്നിട്ടും അങ്ങനെയുള്ള ഒരു രൂപമാറ്റം ഉണ്ടായിട്ടും ആ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരാളെ അപമാനിക്കുകയാണ് ഒരാളിരുന്ന്. എന്ത് രീതിയിലാണ് മനുഷ്യന്മാരിങ്ങനെ ചിന്തിക്കുന്നത്? ഏത് രീതിയിലാണ് മനുഷ്യന്മാർ പെരുമാറുന്നത്? ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പറയുന്ന ഒരു അനുഭവം കൊണ്ട് ഉണ്ടാവുന്ന ഒരു സംഗതിയല്ല. ഇതൊരാളെയും വ്യക്തിപരമായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല, ഞാനൊരു സംഭവത്തിലൂടെ അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഓരോ ആളുകളുടെയും പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ്. എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും ആ ഒരു അനുഭവങ്ങൾ ഉണ്ടായത് ഒരു ആൻറ്റി സോഷ്യലിനാണ് എന്നുണ്ടെങ്കിൽ അവൻ ആ ഒരു അനുഭവങ്ങളുടെ പെയിൻ കൂടെ ബാക്കിയുള്ള ആളുകളുടെ പുറത്ത് തീർക്കുമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു തിരിച്ചറിവും ഒരാൾക്കും ഉണ്ടാകില്ല എന്നുള്ളത് ആ ഒരു സംഭവം എന്നെ ബോധ്യപ്പെടുത്തി. ആ വീഡിയോ കാഴ്ച അവിടെ നിർത്തി. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സജഷനിലുള്ള മറ്റൊരു വീഡിയോയിലേക്ക് നോക്കിയ സമയത്ത് അശാന്തി വിളയിൽ ദിനേശൻ എന്നൊരു ചാനല്, അയാൾ വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോഴും ഈ ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായമോ അല്ലെങ്കിൽ ജീവിത അനുഭവമോ ഒരു മനുഷ്യനെ പക്വതയുള്ള ഒരാളായി മാറ്റത്തില്ല എന്നുള്ളതിൻ്റെ പ്രഥമമായിട്ടുള്ളൊരു തെളിവ്. നമ്മുടെ നാട്ടിൽ നിലവിൽ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ കൂട്ടരോട് പലർക്കും ഏറ്റുമുട്ടി മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല. ആ ഒരു ഏറ്റുമുട്ടലും ഇവർക്ക് മറ്റൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി, ഒരു റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ഒതുങ്ങുന്ന ഒരു കോണ്ടന്റായിട്ട് അങ്ങോട്ട് മാറിപ്പോകും. തങ്ങൾ ഉന്നമിടുന്ന ഇരയെ മാക്സിമം ആത്മഹത്യയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള സൈക്കോപാത്തുകളുടെ ലക്ഷ്യം. ഇവറ്റകളുടെ സാഡിസ്റ്റുകളായിട്ടുള്ള പ്രേക്ഷകരുണ്ട്, ആരാധകർ. സ്വയം ഭാവിക്കുന്നത് സദാചാരത്തിന്റെ കാവലാളുകളാണ് തങ്ങൾ എന്നുള്ളതാണ്. ഒരു സ്ത്രീയെ, ഒരു വിധവയൊക്കെ നേർവഴിക്ക് നടത്തുക എന്നതാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് അവരങ്ങോട്ട് അവകാശവാദം ഉന്നയിക്കുകയാണ്. മനഃശാസ്ത്രപരമായിട്ട് ഇത് അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അവൾ എങ്ങനെ ഇന്നും ജീവിക്കുന്നു? ജീവിക്കേണ്ടതല്ലല്ലോ, മരിച്ചുകൂടെ? ഇവിടെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടാലോ? എന്നീ ഗൂഢലക്ഷ്യങ്ങളാണ് ശരിക്കും ഇക്കൂട്ടർക്ക്. അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്ന അതേ ആളുകളുടെ ലക്ഷ്യം ജാതീയമായി, സാമ്പത്തികമായി, വർണ്ണ ആകാര അളവുകളൊക്കെ വെച്ചിട്ട് ചില ആളുകളെ തരം കിട്ടിയാൽ കൊന്നുകളയാൻ വരെ ആഗ്രഹിക്കുന്ന ഒരു ജനക്കൂട്ടത്തിന്റെ വക്താക്കളാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. എന്തുകൊണ്ടാണ് ഇക്കൂട്ടർ ഇങ്ങനെ ചെയ്യുന്നത്? മറ്റൊരാളുടെ കണ്ണീരിൽ നിന്ന് ലഭിക്കുന്ന കയ്യടികളും കാശും ഒക്കെ കൊണ്ട് ഇവർക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയുന്നു? ഇവരുടെ മാനസികാവസ്ഥ എന്താണ്? നിയമം ഇവർക്കെതിരെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ വിഷയങ്ങളെല്ലാം ഇന്ന് വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയമെടുത്ത് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളാരും ഇത്തരത്തിലുള്ള ആളുകളുടെ വെറുപ്പിൻ്റെ വാഹകരായിട്ട് അവരുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാറരുത് എന്നുള്ളതാണ്. മറ്റൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒരു കലയായി കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. പാട്ടിനെയോ അഭിനയത്തെയോ ഒക്കെ വിമർശിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വിമർശനം എന്ന പേരിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീഡിയോയിൽ ഞാൻ കേട്ടതാണ്, ഒരു പാട്ട് പാടിയ ആളെ നീ മൂദേവിയാണ്, നിന്നെ മടൽ വെട്ടി അടിക്കണം എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു. ഇത് വിമർശനമല്ല, മറിച്ച് വെറും ക്രിമിനൽ സ്വഭാവമാണ്. ഒരാൾ തെറ്റായി പാടുന്നു അല്ലെങ്കിൽ ഭംഗിയില്ലാതെ പാടുന്നു എന്ന് കരുതുക, അത് ആസ്വദിക്കാത്തവർക്ക് അത് പറയാം. കേൾക്കാതിരിക്കലാണ് മനുഷ്യർ, സ്വഭാവ വൈകൃതമില്ലാത്ത മനുഷ്യർ ചെയ്യേണ്ടത്. എന്നാൽ അവരുടെ കുടുംബത്തെയും അവരുടെ സ്വകാര്യ ജീവിതത്തെയും അവരുടെ ഒരു റിലേഷൻഷിപ്പിനെയും അതിൻ്റെ ട്രോമയൊക്കെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിലൂടെ ഈ ക്രിയേറ്റർമാർ ലക്ഷ്യം വയ്ക്കുന്നത് കാഴ്ചക്കാരുടെ അധമബോധത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. വ്യക്തിഹത്യയാണ്. തങ്ങളുടെ ഇര ജീവിക്കരുത് ഒരു തരത്തിലും എന്ന ഗൂഢലക്ഷ്യം. ഇവർക്കൊക്കെ ഒരാളുടെ പ്രതിച്ഛായ തകർക്കാനായിട്ട് വർഷങ്ങളൊന്നും വേണ്ട, കേവലം ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ മതിയാകും. കാരണം അവർ പറഞ്ഞ ഒരു കാര്യം മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ
ഇവരുടെ ഈ സാഡിസ്റ്റുകളായിട്ടുള്ള പ്രേക്ഷകർ അത് വഹിച്ചുകൊണ്ട് നാലുപാടും ഓടിക്കോളും. ഇത്തരം വീഡിയോസൊക്കെ ചെയ്യുന്ന, ഇത്തരം പരദൂഷണങ്ങളൊക്കെ സ്ഥിരമായി ചെയ്യുന്ന, ഈ ഗോസിപ്പൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെക്കുറിച്ചിട്ട് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. മോഡൽ ഓഫ് 4 ഇന്റർ റിലേറ്റഡ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഡാർക്ക് ടെട്രാഡ് എന്നൊക്കെ ഇക്കൂട്ടരെ നമ്മൾ വിളിക്കും. 4 സ്വഭാവ വൈകല്യങ്ങൾ ഇവരിൽ പ്രകടമാണ്. അതിലൊന്നാണ് നാർസിസിസം, അമിതമായിട്ടുള്ള ആത്മരതി. താനാണ് ഏറ്റവും വലിയവനെന്നും മറ്റുള്ളവരെ എല്ലാം അടക്കി ഭരിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നും ഇവർ വിശ്വസിക്കുന്നു. താൻ പറയുന്നതാണ് അന്തിമമായിട്ടുള്ള സത്യമെന്ന് സ്ഥാപിക്കാനായിട്ട് ഇവർ ഏതറ്റം വരെയും പോകും. സ്വന്തം വൈകല്യങ്ങളെ മറച്ചു പിടിക്കുന്ന ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വൈകല്യത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ സഹതാപം പിടിച്ചു വാങ്ങാനായിട്ട് മിടുക്കരുമായിരിക്കും. ഒരു വിമർശനം പോലും താങ്ങാത്ത ഇവർ ഉടനെ തന്നെ വ്യക്തിഹത്യയിലേക്കായിരിക്കും കടക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം എനിക്കെതിരെയും ഇതിലൂടെ ആരെങ്കിലുമൊക്കെ നോവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ വ്യക്തിഹത്യയുമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയും ഞാൻ നോക്കിക്കാണുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സ്വഭാവ വൈകല്യം സാഡിസമാണ്. ഏറ്റവും അപകടകരമായിട്ടുള്ള സ്വഭാവം. മറ്റൊരാൾ അപമാനിക്കപ്പെടുമ്പോഴോ വേദനിക്കുമ്പോഴോ ഇവർക്ക് വല്ലാത്തൊരു ആനന്ദം ലഭിക്കുന്നുണ്ട്. ആരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയും ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മറ്റുള്ള ആളുകൾ വന്ന് തെറി വിളിക്കുകയും ആ ഒരു വീഡിയോയ്ക്ക് ഒത്തിരിയധികം ലൈക്കുകൾ കിട്ടുകയും ചെയ്യുന്ന സമയത്ത് ഇവരുടെ ആ ഒരു സാഡിസ്റ്റിക് ചിന്താഗതിയെ അത് വല്ലാതെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. സാഡിസ്റ്റുകളെ ഒരു ക്രിമിനൽ ഫോഴ്സായി ചേർത്ത് നിർത്തി ഇരകൾക്കെതിരെ ഉപയോഗിക്കുക എന്നതും ഇവരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു രീതിയാണ്. ഇനി ഇവർ സൈക്കോപ്പത്താണ്. സൈക്കോപ്പതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരിൽ. സഹതാപമില്ലാത്ത അവസ്ഥ. തൻ്റെ ഒരു വീഡിയോ കാരണം ഒരു വ്യക്തി ആത്മഹത്യയുടെ വക്കിലെത്തിയാൽ പോലും, അവർ ആത്മഹത്യ ചെയ്താൽ പോലും ഇവർക്ക് യാതൊരുവിധ കുറ്റബോധവും തോന്നില്ല. നമ്മൾ മുന്നേയൊക്കെ കേട്ടിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ചില ആളുകളെ സൈബർ ബുള്ളി ചെയ്ത് അവർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ. ആരെങ്കിലും കുറ്റബോധവുമായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇവരിൽ പല ആളുകളും സമൂഹത്തിനാൽ ഒറ്റപ്പെടുന്ന ആളുകളാണ്, ഒറ്റപ്പെടൽ നേരിടുന്ന ആളുകളൊക്കെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കടുത്ത മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന വീഡിയോസൊക്കെ ചെയ്യുന്ന ആളുകളും. ഇത്തരത്തിലുള്ള പല സൈക്കോപാത്തുകളും കൂടുതലായിട്ട് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്കും കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഇവരെ യാതൊരുവിധ അനുഭവങ്ങളും അനുകമ്പയുള്ള ആളുകളാക്കില്ല. ഇവരവസാനം ജീവിതം എവിടെയെങ്കിലും കൊണ്ട് ഹോമിക്കും. പക്ഷേ ഇവർ കടന്നു പോകുന്ന ജീവിത നാൾവഴികളിൽ ബാക്കിയുള്ള ആളുകളെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവരുടെ സമാനമായിട്ടുള്ള ദുരന്തത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ കൂട്ടരുടെ അടുത്ത സ്വഭാവ വൈകല്യമാണ് മാക്കിയവെല്ലിനിസം. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എത്ര ശരിയാണ് എന്നുള്ളത് എനിക്കറിയില്ല. സംഭവത്രേ ഉള്ളൂ, സ്വന്തം ലാഭത്തിനായി മറ്റുള്ള ആളുകളെ കരുവാക്കുന്ന തന്ത്രപരമായിട്ടുള്ള രീതി. വ്യൂസ് കിട്ടാൻ വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി ആരെ വേണമെങ്കിലും ഇവർ പണയപ്പെടുത്താം. ഒരു ചെറിയ കോൺട്രവേഴ്സി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആരോപണം വരുന്ന സമയത്ത് ആ ഒരു ആരോപണ വിധേയനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിലൊക്കെ ഇവർ വഹിക്കുന്ന ഒരു പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ എത്രത്തോളം പണം ഉണ്ടാക്കിയാലും ഈ ഒരു സ്വഭാവ വൈകല്യമുള്ള ആളുകൾക്ക് ഇതൊന്നും തികയില്ല, ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവില്ല എന്നുള്ളത് പുതുതായി ഈ ഒരു മേഖലയിലേക്ക് ചുവട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക, ഇത്തരത്തിൽ സ്ഥിരമായി വീഡിയോസ് ചെയ്യുന്ന, ഇത്തരത്തിൽ സ്ഥിരമായി ഗോസിപ്പുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒത്തിരി വ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിലും അവരുടെ ജീവിത നിലവാരം ഉയരുകയോ അവർ ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റ് നേടുകയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരെപ്പോഴും ആ ഒരു നെഗറ്റീവ് വൈബിലായിരിക്കും. സമാധാനമില്ലാത്ത ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എല്ലാവരാലും വെറുക്കപ്പെട്ട് പുഴുവരിക്കുന്ന ചില ജന്മങ്ങളൊക്കെ ഇത്തരത്തിൽ ജീവിക്കുന്ന ചില ആളുകളൊക്കെയാണ്. ഇത് കർമ്മബലമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ലോജിക്കിൽ പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള സ്വഭാവ വൈകൃതങ്ങൾ വ്യക്തിബന്ധങ്ങളെ ബാധിക്കുകയും സ്വന്തം ജീവിതത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. വെറുക്കപ്പെടുന്ന ഒരാളായിട്ട് അത് അയാളെ കൊണ്ടുവന്നെത്തിക്കും. പിന്നെ ആര് കൂടെ ഉണ്ടാവാനായിട്ടാണ്? ഇത്തരക്കാർ വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കെതിരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ഒരു സംഭവം നിലവിൽ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇത്തരക്കാർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. കേരള പോലീസ് ഇന്ന് സൈബർ ഓപ്പറേഷൻസ് വിങ് വഴി ഇത്തരം ക്രിയേറ്റർമാരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. കോടതിയൊക്കെ ഇടപെട്ട ഒരു കാര്യമാണ്. ഭാരതീയ ന്യായ സംഹിത നിയമപ്രകാരം ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ സ്ത്രീകളെയൊക്കെയാണ് അപമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 79 വെച്ചിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുക്കാനായിട്ട് പറ്റും. കടുത്ത ശിക്ഷയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പ്രോപ്പറായിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. സൈബർ ബുള്ളിങ്ങിനെതിരെ പ്രത്യേക നിയമം വേണമെന്ന് 2026 ഫെബ്രുവരിയിൽ പോലും കേരള ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കേട്ട ഒരു കേസുണ്ട്, ഫക്രുദ്ദീൻ പന്താവൂർ. അദ്ദേഹത്തെ പോലുള്ള യൂട്യൂബർമാരുടെയൊക്കെ ജാമ്യാപേക്ഷയൊക്കെ തള്ളിയ അവസരങ്ങളിലും അതേപോലെ തന്നെ അവരുടെ കേസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കോടതി ഇങ്ങനെ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ എന്തും പറയാനുള്ള ലൈസൻസ് ആർക്കുമില്ല എന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്തരക്കാർ വിളിച്ച് പറയുന്ന ഗോസിപ്പുകൾ കേട്ടിട്ട് ആസ്വദിക്കുന്ന സമയത്ത് അതിൻ്റെ മറുവശത്ത് തകരുന്നത് ചിലപ്പോൾ ഒരു വ്യക്തി മാത്രമല്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ കുട്ടികളും കുടുംബവും ഒക്കെ ഉണ്ടെന്നേ. സ്വന്തം കുട്ടികൾക്ക് നല്ലൊരു തന്തയോ തള്ളയോ ആവാൻ പറ്റാത്ത, സ്വന്തം ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവാകാൻ പറ്റാത്ത, സ്വന്തം ഭർത്താവിന് സമാധാനം കൊടുക്കുന്ന ഭാര്യയാകാൻ പറ്റാത്ത ചില പാഴ്ജന്മങ്ങളൊക്കെയാണ് ഇതുപോലുള്ള വെറുപ്പിൻ്റെ വാഹകരായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നത്. മറ്റൊരാളുടെ ജീവിതം കൊണ്ട് പന്താടുന്ന, അതിലിങ്ങനെ ഒരു
സാഡിസ്റ്റിക് എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുന്ന ആളുകളോട് നിങ്ങളുടെ സമീപനം എന്താണെന്നുള്ളത് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നു എന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വേദന മറ്റുള്ള ആൾക്ക് ഒരു വേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് സഹിച്ചതാണെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. നന്നാവിടൂ എന്നുള്ളതല്ലാതെ എന്ത് പറയാനായിട്ടാണ്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.